വാഴ 2 സിനിമ കാണാൻ അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോസ്റ്റർ എന്തോ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ സൂര്യോട് ചോദിച്ചു പോയാലോ ഒന്ന്. ആസ് യൂഷ്വൽ അവളോക്കെ. എന്നിട്ട് ടിക്കറ്റ് നോക്കിയപ്പോഴാണെങ്കിൽ എറണാകുളത്തുള്ള എല്ലാ തിയേറ്ററും ഫുള്ള്. അവസാനം ടിക്കറ്റ് കിട്ടി, പക്ഷെ രാത്രി 11:30 ഷോയാണ് കിട്ടിയത്. പക്ഷെ അതെന്തായാലും നന്നായി, കാരണം സൂര്യയുടെ വർക്ക് കഴിയാനും അത്രയും സമയമാവും. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയിലൊക്കെയാണ് സെൻട്രൽ സ്ക്വയർ മാളിലെത്തിയത്. സിനിപോളിസിലാണ് കാണാൻ പോയത്. തിയേറ്ററിൽ കയറിയപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിനിടയിൽ കണ്ട ഒരു തംസപ്പിന്റെ ആഡാണിത്. ഹനുമാൻ കൈൻഡും ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സും ഒക്കെ ഉള്ളത്. നല്ല കിടിലൻ ആഡായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ജസ്റ്റ് അതിന്റെ ഗ്ലിംസസ് എടുത്തത്. അങ്ങനെ പടം തുടങ്ങി ഇൻട്രോവലായി. ഇൻട്രോയിൽ വരെ പടം വളരെ ഇഷ്ടമായി. അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു. കഥയും ഡയറക്ഷനും ആക്ടിങ്ങും മ്യൂസിക് എഡിറ്റ് അങ്ങനെ എല്ലാം. ഇൻട്രോയിന് ശേഷം ഒരു മാറ്റവും ഇല്ല. പടം വേറെ ലെവലായി. അങ്ങനെ പടം കഴിഞ്ഞു. ഒരുപാട് ഇഷ്ടമായി സിനിമ. അങ്ങനെ ആസ് യൂഷ്വൽ പോകുന്ന വഴി ബൈക്കിലിരുന്ന സിനിമയെ കുറിച്ച് തന്നെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചത്. എസ്പെഷ്യലി വിനായകൻ്റെയും വിജയ്ക്കുട്ടിൻ്റെയൊക്കെ അച്ഛനും മകനായിട്ടുള്ള ആ ഒരു ഇമോഷണൽ സീൻസ് എല്ലാം ഭയങ്കര ടച്ചിങ് ആയിരുന്നു. എന്തായാലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മസ്റ്റായി തിയേറ്ററിൽ കാണേണ്ട പടമാണ് വാഴ. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും പോയി കാണണം. ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലേറ്റിട്ട് പടപ്പടിപൊളി എല്ലാവരും പോയി കണ്ടോ തിയേറ്ററിൽ?